ഏകപരിശുദ്ധനായ നമ്മുടെ ദൈവപിതാവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തന്നെത്താൻ അർപ്പിച്ച തൻ്റെ രക്തത്തെ നമ്മുടെ വീണ്ടെടുപ്പിന് മറുവിലയായി കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. നിരന്തരം ദൈവവചനത്തോടെ ചേർന്നിരിപ്പാൻ കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങൾക്കായി അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. അവിടുത്തെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടുവാൻ എല്ലായ്പ്പോഴും നമുക്ക് ദൈവം കൃപ തരട്ടെ. ദാവീദ് പറയും പോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. സ്തോത്രം. നമുക്ക് നിരന്തരം കർത്താവിനെ വിളിച്ചപേക്ഷിപ്പാൻ, തിരുമുമ്പാകെ താഴ്മയോടെ ജീവിപ്പാൻ പിന്നെയും കൃപയേകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും ദൈവത്തിൻ്റെ നാമത്തെ ഒരിക്കൽ കൂടെ വാഴ്ത്തിയും കൊണ്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന തിരുവചന ഭാഗത്തേക്ക് ശ്രദ്ധയെത്തിയിരിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളായികയാലും നാം കേട്ട രക്ഷയുടെ വചനത്തെ മുറുകെ പിടിക്കായികയാലും ഒഴുകിപ്പോകുവാൻ സാധ്യതയുള്ള അപകടകരമായ അവസ്ഥയെക്കുറിച്ചും അത് നിമിത്തം നമ്മുടെ മേൽ അഥവാ അങ്ങനെ ഒഴുകിപ്പോകുന്നവരുടെ മേൽ വരുവാനിരിക്കുന്ന ദൈവിക ശിക്ഷാവിധിയുടെ തീവ്രതയെ കുറിച്ചും ഉള്ള ഒരു മുന്നറിയിപ്പാണ്. ആ തീവ്രമായ മുന്നറിയിപ്പ് ഘോരമായ പാപവും വളരെ തീവ്രമായ ശിക്ഷാവിധിയും. ഇതാണ് അവിടുത്തെ പ്രതിപാദനം. അവിടെ നമ്മളതിൻ്റെ 1-ാമത്തെ വാക്യത്തിലായിരുന്നു ഇന്നലെയും മിനിയാന്നും നിന്നത്. ഒന്നും കൂടെ നമുക്ക് 1-ാമത്തെ വാക്യം വായിക്കാം. ഹീബ്രൂസ് 2:1. അതുകൊണ്ട് നാം വല്ലപ്പോഴും വായിച്ചോ സുജ, വായിച്ചോ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നാം അതിലെ പദങ്ങൾ എടുത്ത് പഠിക്കുകയുണ്ടായല്ലോ. അതുകൊണ്ട് എന്ന് വെച്ചാൽ 1-ാമത്തെ അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിസ്തുലത വെളിവാക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു, രക്ഷയും രക്ഷകനും വ്യത്യസ്തരല്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വാക്യങ്ങളിൽ ഇത്ര വലിയ രക്ഷ എന്ന് ലേഖകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാമും രക്ഷയുടെ സന്ദേശം കേട്ടവർ ആകൊണ്ട് രക്ഷകനെക്കുറിച്ച്, രക്ഷകന്റെ
സർവവല്ലഭത്വത്തെക്കുറിച്ച്, അതിശ്രേഷ്ഠതയെക്കുറിച്ച് കേട്ടവർ അറിഞ്ഞവരും ആകൊണ്ട് നാം എന്ത് ചെയ്യണം? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതാണ് നാം ഒന്നാമതായിട്ട് കാണുന്നത്. കരുതിക്കൊള്ളുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിപ്പാൻ സാധ്യതയുള്ള അപകടത്തെക്കുറിച്ചും നാം അവിടെ കാണുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ നാം ആ രണ്ട് പദങ്ങളാണ് നാം അവിടെ നിന്നും ഇന്നലെയും ചിന്തിച്ചു കൊണ്ടിരുന്നത്. ടേക്ക് ഹീഡ്. നാം അധികം ശ്രദ്ധയോടെ കരുതുക. ഹീഡ്, ടു ഗീവ് ഓർ ടു ടേക്ക്. നാം ശ്രദ്ധ കൊടുക്കണം, ശ്രദ്ധയോടെ കരുതണം എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം. അവിടെ കൊടുത്തിരിക്കുന്ന മൂലവാക്കുകളുമൊക്കെ നാം കാണുകയുണ്ടായി. സ്തോത്രം. നാം അത് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നിന്നും കണ്ടു. 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലും നാം അതുപോലെ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. വേറെയും പല ഭാഗങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. വളരെ ശ്രദ്ധ ചെലുത്തുക, അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം. വളരെ പ്രാധാന്യം നൽകുക. സ്തോത്രം. പക്ഷേ പലപ്പോഴും നമ്മൾ ആത്മീയ വിഷയങ്ങളിൽ ഗൗരവമില്ലാത്തവരായി തീരുന്നു, നാം മറവിയുള്ളവരായി മാറുന്നു എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഒരു പരാജയമായി നാം മനസ്സിലാക്കുന്നത്. ഇന്നലെ നാം ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത് അവിടെ കൊടുത്തിരിക്കുന്ന ആ മൂല പദമായ പ്രോസേഖെയിൻ എന്നതിന് മൂർ എ ഷിപ്പ്, ഒരു കപ്പലിനെ നങ്കൂരമിട്ട് നിർത്തുക എന്നാണ് അർത്ഥമായിട്ട് കണ്ടത്. ഒരു വീടിന് അടിസ്ഥാനമിടുന്നത് പോലെ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ നമ്മോട് സംസാരിച്ചതും നാം കേട്ടു. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെ. നാം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതുകൊണ്ടാണ് ആരോ ഭക്തന്മാർ പറഞ്ഞത്, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് വായിച്ച ഒരു ചെറിയ വാചകമുണ്ട്. Know the word in your head. Store the word in your heart. Show the word in the world. And sow the word. Show the word in the life and sow the word in the world. Know, stow, show and sow. ദൈവവചനത്തെ നമ്മുടെ ബുദ്ധിയിൽ, തലയിൽ അറിയുക. നോ ഇറ്റ്. സ്റ്റോ ഇറ്റ് ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിൽ അത് സംഗ്രഹിക്കുക. ഷോ ഇറ്റ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ അത് പ്രദർശിപ്പിക്കുക എന്ന് വെച്ചാൽ അത് അനുസരിക്കുക എന്ന്. ആൻഡ് സോ ഇറ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ആ വചനം വിതറുക. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ അത് നാം സംഗ്രഹിച്ചു വയ്ക്കണം. സ്തോത്രം. സങ്കീർത്തനം
119 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ എന്ത് ചെയ്യുന്നു? എന്റെ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ നാം ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. സ്തോത്രം. ഇസ്രായേൽ തുടങ്ങിയുള്ള പല രാജ്യങ്ങളും മിസൈൽ വേധ മിസൈലുകളെ ഇങ്ങനെ വിന്യസിച്ചിട്ടുണ്ട്. അറിയാതെ തന്നെ ശത്രുക്കളുടെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് വന്നാൽ, ഒരു മിസൈൽ വന്നാൽ, അതിനെ തിരിച്ചറിഞ്ഞ് ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുവാനുള്ള സാമഗ്രികൾ, യുദ്ധോപകരണങ്ങൾ പല രാജ്യങ്ങളും അവരുടെ അതിരുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്, വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രംപ് സാഹിബ് വെനസ്വേലയിൽ പോയി അവിടുത്തെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്നതിനെക്കുറിച്ചൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. റഷ്യൻ നിർമ്മിതമായ മിസൈൽ വേധ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഡിഫൻസീവ് സിസ്റ്റംസ് ഒക്കെ വളരെ ശക്തമായിട്ട് സൂക്ഷിച്ചിരുന്ന രാജ്യമാണ് വെനസ്വേല എന്ന്. പക്ഷേ അതിൻ്റെയൊക്കെ കണ്ണ് വെട്ടിച്ചാണ് അമേരിക്കൻ സൈന്യം അവിടെ ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പത്രങ്ങളിൽ ഞാൻ വായിച്ചു. അതുപോലെ നിർവീര്യമാക്കാൻ കഴിയുന്ന ഒന്നല്ല നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള തിരുവെഴുത്തുകൾ ഒരു ശക്തമായ ആൻറ്റിവൈറസായി നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കണം. ആൻറ്റിവൈറസ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇന്ന് നമുക്ക് പരിചിതമാണല്ലോ. നമ്മുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലുമൊക്കെ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുന്ന സാധന ഇന്ന് മിക്കതുമൊക്കെ വരുന്നത് ഇൻബിൽറ്റായിട്ട് തന്നെ ആ സാമഗ്രികളോടുകൂടിയ, ആ സജ്ജീകരണങ്ങളോടുകൂടി. അതുകൊണ്ട് പുറത്തുനിന്ന് വേറൊരെണ്ണം നമുക്ക് അതിൽ ഇൻസ്റ്റോൾ ചെയ്യേണ്ടതായി വരുന്നില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ സംഗ്രഹിച്ചു വയ്ക്കുക. എന്തിനാ? ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ. എന്ന് വെച്ചാൽ പാപത്തിൽ നാം വീണു പോകാതിരിക്കേണ്ടതിന് ദൈവവചനത്തെ നമ്മുടെ ഉള്ളിൽ നങ്കൂരമിട്ട് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നാം കേൾക്കുന്ന, നാം വായിക്കുന്ന, നാം പഠിക്കുന്ന ദൈവത്തിൻ്റെ വചനം പാപത്തിൽ വീഴാതെ, സാത്താൻ്റെ വലകളിൽ കുടുങ്ങാതെ, പാപത്തിൻ്റെ വശീകരണങ്ങളിൽ പെട്ടുപോകാതെ നമ്മെ സൂക്ഷിക്കും എന്ന് അറിയാവുന്ന സാത്താൻ, ഈ കാര്യം സാത്താൻ അറിയാം. ഇതറിയാവുന്ന സാത്താൻ എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? നാം കേട്ട വചനത്തെ നമ്മിൽ നിന്ന് എടുത്തു കളയുക. മുമ്പും നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാത്താൻ ഈ വചനവുമായുള്ള ബന്ധത്തിൽ ചെയ്യാൻ ഇടയുള്ള 5 കാര്യങ്ങളെക്കുറിച്ച്. ഓർമ്മ കാണുമല്ലോ. ഏറ്റവും ആദ്യം വചനം കേൾക്കാനോ പഠിക്കാനോ, എന്തിനേറെ വായിക്കുവാൻ പോലുമോ അവസരങ്ങൾ തരാതിരിക്കും. അവസരങ്ങൾ ഉണ്ടായാലും മനസ്സ് തരാതിരിക്കും. ദൈവവചനത്തിൽ നിന്നും നമ്മെ മാറ്റി നിർത്താൻ ആണ് അവൻ ഏറ്റവും ആദ്യം ശ്രമിക്കുന്നത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ദൈവവചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ
താരാട്ട് പാടി അവൻ നമ്മളെ ഉറക്കും. ദൈവവചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഉറങ്ങുന്നവർ ധാരാളം പേരുണ്ട്. ചിലരോടൊക്കെ ബൈബിൾ ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞാൽ മതി, അന്നേരം ഉറക്കം വരും. വീടുകളിലൊക്കെ ആയാലും ശരി, നമ്മളിങ്ങനെ ഇരുന്ന് അവിടുത്തെയും ഇവിടുത്തെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ക്ഷീണവും തോന്നത്തില്ല. എന്നാൽ ആ സംസാരമൊക്കെ നിർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും കോട്ടുവ വരാൻ തുടങ്ങും. അപ്പം ഉറക്കും. മൂന്നാമത് അവൻ ചെയ്യുന്നതാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്, ഉറക്കയില്ലെങ്കിൽ ചിലരെ കറങ്ങാൻ കൊണ്ടുപോകും. വചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ മറ്റു പലതുമാണ് ഇങ്ങനെ വരുന്നത്. ഞാനതിന് ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, ടിക്കറ്റ് ഇല്ലാത്ത യാത്രയ്ക്ക് പോകരുതെന്ന്. ഇങ്ങനെ അവൻ കൊണ്ടുപോകും, എവിടെയൊക്കെ കൂടാണോ കൊണ്ടുപോകുന്നത്. ആ സമയത്താണ് നമുക്ക് ഭയങ്കര, എന്താണ് പറയുന്നത്, ഭാവന കാണാൻ കഴിയുന്നത്. ഭാവനയോ ഓർമ്മയോ എന്നൊക്കെ നമുക്ക് പറയാം. നാലാമതായിട്ട് അവൻ ചെയ്യുന്നതിനെ കറങ്ങാൻ കൊണ്ടുപോയില്ല. ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിലും ഒരു സാധനവും പിടികിട്ടത്തില്ല, ഒന്നും മനസ്സിലാക്കത്തില്ല. വെടിവെച്ച പുക, ഒരു സാധനവും മനസ്സിലാകത്തില്ല. ഇന്ന് ഞങ്ങൾക്കൊരു പാസ്റ്റേഴ്സിൻ്റെ യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പാസ്റ്റർ അവരുടെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഒത്തിരി നല്ല പ്രൈസ് പോയിന്റ്സ്, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ 2005 ദൈവം ആ സഭയിൽ ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. 10-22 പേര് സ്നാനമേറ്റതും, 10-14 പേര്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, അഭിഷേകം പ്രാപിച്ചതും, 10-14 പേര് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവരും, അതിലൊരാള് ഇപ്പോൾ ബൈബിൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു, 4 പേര് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ് ഞങ്ങളൊക്കെ കൂടെ ദൈവത്തിന് സ്തോത്രമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദുഃഖം കൂടെ ഉണ്ട്. വേറെ ചിലർ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ വന്നിരിക്കുക. അർത്ഥം മനസ്സിലായല്ലോ? മയിൽക്കുറ്റി പോലെ വന്നിരിക്കുന്ന, അങ്ങനെ പല പ്രയോഗങ്ങളുണ്ട്. മയിൽക്കുറ്റി പോലെ, മൈൽ സ്റ്റോൺസ് ഉണ്ടല്ലോ റോഡിലൊക്കെ. ഇപ്പം വലിയ പാറകളിൽ എത്ര കാറ്റടിച്ചാലും എത്ര മഴ പെയ്താലും ഒരു കൂസലും ഇല്ല അതിന്. എന്നിട്ട് പറഞ്ഞത്, രസകരമായ കാര്യം അതല്ല, ഇതിങ്ങള് ആഴ്ചയിലെ മുഴുവൻ യോഗങ്ങൾക്കും വരും. യോഗം മുടക്കുന്നവരൊന്നുമല്ല ഇവര്, എല്ലാ മീറ്റിംഗ്സിനും സംബന്ധിക്കും. പക്ഷേ ഒരു വക മനസ്സിലാകത്തില്ല, ജീവിതത്തിലും അതുകൊണ്ട് യാതൊരു മാറ്റങ്ങളും ഇല്ല, ഒരു സാധനവും പിടികിട്ടത്തില്ല. ഇപ്പൊ സാത്താൻ പറയും, പൊക്കോടാ, എല്ലാ യോഗത്തിനും പൊക്കോ. ഇവനെ ക്വിൽറ്റിട്ടാ വിടുന്നത്, മൊത്തം കവർ ചെയ്താ വിടുന്നത്. ഒരു തുള്ളി അകത്തോട്ട് വീഴരുത്, ഒന്നും മനസ്സിലാകരുത്, അല്പം പോലും കണ്ണ് തുറക്കരുത്, ദൈവിക വിഷയങ്ങളിൽ അന്ധരായിരിക്കണം. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അതാണ് നാലാമത്തേത്. അഞ്ചാമത്തേതാണ്, പോകും, ഉറങ്ങത്തില്ല, ശ്രദ്ധിച്ചിരിക്കും, കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പക്ഷേ ഒടുവിലത്തെ ഹല്ലേലൂയ പറയുന്നതോടുകൂടെ സംഭവം എല്ലാം ഇറേസ് ആകും, എല്ലാം തുടച്ചു കളയും, ഒന്നുമില്ല, ഭയങ്കര മറവിയ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ കൊറോണയെ കുറ്റം പറയുകയും ചെയ്യും.
കൊറോണയ്ക്ക് ശേഷം ഒരു ശക്കല ഓർമ്മയില്ലെന്ന്. ഫൊർഗെറ്റ്ഫുൾനെസ് ഈസ് ഓൾസോ എ സിൻ. നമ്മൾ വെളിപ്പാട് ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ വെളിപ്പാട് പുസ്തക പഠനത്തിൽ വെച്ചും എബ്രായ ലേഖനത്തിലേക്ക് വന്ന് നമ്മൾ ആ കാര്യം പഠിച്ചിട്ടുണ്ട്. 12-ാമത്തെ അധ്യായത്തിൻ്റെ മലയാളത്തിൽ 6-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 5-ാമത്തെ വാക്യം. ഹീബ്രൂസ് 12:6 in English and 5 in Malayalam. നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ മറന്നു കളഞ്ഞോ? വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള 4-5 കാര്യങ്ങളാണ് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ സാത്താൻ ചെയ്യാറുള്ളത്. ഇതിലേതിനെങ്കിലും ഒന്നിന് നമ്മൾ ഒരു പക്ഷേ ഇരകളായിരുന്നിരിക്കാം, ചിലപ്പോൾ ഇപ്പോഴും ആയിരിക്കാം. എങ്കിൽ ആത്മാവ് നമ്മോട് പറയുന്നു, അരുത്, നങ്കൂരമിടുക. മൂർ യുവർ ഷിപ്പ് ഓഫ് ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസ കപ്പലിന് നങ്കൂരമിടുക. അത് ദൈവവചനത്താലാണ് ഇടേണ്ടത്. തിരുവെഴുത്തുകൾ നാം കേട്ടത് കരുതിക്കൊള്ളുക. ദൈവം നമ്മെ ഏൽപ്പിച്ച വലിയ ഒരു ട്രഷർ, നിക്ഷേപമാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. ഒരു വലിയ നിക്ഷേപമാണ്. സ്തോത്രം. സമയാസമയത്ത് അത് ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. സമയാസമയത്ത് അത് ഉപയോഗിക്കുവാൻ സാധിക്കണം. ജ്ഞാനമെന്നും ബുദ്ധിയെന്നും അല്ലെങ്കിൽ അറിവെന്നുമുള്ള 2 പ്രയോഗങ്ങൾ നമുക്കറിയാം. നോളജ് ആൻഡ് വിസ്ഡം. അറിവുകൾ മാത്രം പോരാ, ഈ അറിവ് സമയാസമയത്ത് പ്രയോഗിക്കുവാനും കൂടെ നാം അറിയുന്നവരാകണം. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മിൽ നിന്നും പെറുക്കിക്കൊണ്ടുപോകുവാൻ സാത്താനെ അനുവദിക്കരുത്. നാം ദൈവവചനം മറന്നു കളയാനുള്ള കാരണം എന്താ? ഇന്നലെ അത് പറയാമെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ നിർത്തിയത്. What is the reason for us to forget or not giving heed to the word we hear or we read? നാം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിക്കാതിരിപ്പാൻ, അതിന് ഊന്നൽ കൊടുക്കാതിരിപ്പാൻ എന്താണ് കാരണം? സ്തോത്രം. നമ്മളിതിനു മുമ്പും പറഞ്ഞ 2 ദിവസം മുൻപും ഞാൻ പരാമർശിച്ച ഒരു ഭാഗമുണ്ട്. മത്തായി 13-ാം അധ്യായം ഉപമകളുടെ അധ്യായമാണ്. ചാപ്റ്റർ ഓഫ് പാരബിൾസ്, മാത്യു 13. പാരബിൾസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമകളുടെ അധ്യായമാണ്. അതിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, അവിടെ എത്ര വിതക്കാരുണ്ട്. വിതയ്ക്കുന്നവന്റെ ഉപമയാണത്. ദ പാരബിൾ ഓഫ് ദ സോവർ. വിതയ്ക്കുന്നവർ എത്ര പേരുണ്ട്? ഒറ്റ ഒരാളെ ഉള്ളൂ. വിത്ത്
വിത്ത് എത്ര വിധമുണ്ട്? അതും How many ഒന്നാണ്. types of seed? വിത്തോ ഒന്ന്. ഒരു തരം. ഒറ്റ ഒരു തരേ ഉള്ളൂ. അത് വിതയ്ക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ വിത്ത് വീഴുന്ന ഭൂപ്രദേശം എത്ര വിധമുണ്ട്? നാല്. നമുക്കൊക്കെ അറിയാം, 4. സ്തോത്രം. ഫലം എത്ര വിധമാ? അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം? അവിടെ തെറ്റാൻ സാധ്യതയുണ്ട്. വെരി ഗുഡ് ജോച്ചാൻ. 6 വിധം. യെസ് ആനി സിസ്റ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് 6 വിധം. ഒന്നാമത്തേത് വിത്തായിട്ട് തന്നെ നഷ്ടമായി. രണ്ടാമത്തേത് കിളിർത്തു ഉണങ്ങിപ്പോയി. 3 കിളിർത്തു ഞെരുങ്ങിപ്പോയി. പിന്നെ 4-മത്തേത് 30 മേനി. 5-മത്തേത് 60 മേനി. 6-മത്തേത് 100 മേനി വിളവ് തന്നു. അപ്പോൾ വിളവ് തന്നതിൽ തന്നെ 3 വിധം ഫലമുണ്ടായി. ഔട്ട്കം, ആ വിതയ്ക്കപ്പെട്ട അല്ലെങ്കിൽ നിലത്ത് വീണ വിത്തിന് എന്ത് സംഭവിച്ചു? എത്ര വിധം ഫലങ്ങളാണ് അവിടെ ഉണ്ടായത്? 6 തരത്തിലെ ഫലങ്ങളാണ് ഉണ്ടായത്. അതിൽ നമ്മൾ ഒന്നാമത്തേത് എടുത്തു നോക്കിക്കേ. വിത്തായിട്ട് തന്നെ അത് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് അത് ഞാൻ വായിപ്പിച്ച് സമയം എടുക്കാത്തത്. ആദ്യത്തേത് വഴിയരികിൽ വീണ വിത്തുകളാണ്. ആ വിത്ത് വീണ സ്ഥലം വഴിയരിക. വഴിയരികെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കോൺക്രീറ്റ് വഴിയോ ടാറിട്ട വഴിയോ ഒന്നുമല്ല. എവിടുത്തെ വഴിയുടെ കാര്യമായി പറയുന്നേ? മനുഷ്യന്റെ ഹൃദയം. വയലിലെ വിത്ത് വിതയ്ക്കുന്ന വയലിലെ വഴിയുടെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ എക്സ്പ്രസ് വേയും ഹൈവേയും ഒന്നുമല്ല. ടാറിട്ടതും കല്ലുപാകിയതും ഒന്നുമല്ല. കണ്ടങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വിതയ്ക്കാനുള്ള ഭൂമികൾക്കിടയിൽ ഭൂമിയെ തരംതിരിക്കുന്ന, കണ്ടങ്ങളെ വേർതിരിക്കുന്ന ചെറിയ വരമ്പുകളാണത്. അല്ലാതെ വലിയ വഴിയൊന്നുമല്ലത്. അത് മണ്ണുകൊണ്ട് തന്നെ ഉള്ളതാ. പക്ഷേ ആൾക്കാര് നടന്ന് ഉറച്ച മണ്ണാണ്. മണ്ണിളക്കമില്ലാത്ത വഴിയാ. The first field where the seed was sown, actually it was not sown, it was fallen. ആ വഴിയരികെ അവിടെ വിതച്ചതല്ല, വിതയ്ക്കുന്ന വഴിക്ക് വീണതെന്നേ ഉള്ളൂ. എന്നാലും നോക്കണേ, ഒരേ ഗുണനിലവാരമുള്ള വിത്ത്. വഴിയരികിലായതുകൊണ്ട് ഇവിടെ മോശം ആയിട്ടുള്ളത് വിതച്ചേക്കാമെന്ന് കരുതിയില്ല. 100 മേനി വിളവ് കൊടുത്ത അതേ കാറ്റഗറിയിൽ, അതേ സ്റ്റാൻഡേർഡിൽ, അതേ നിലവാരത്തിലുള്ള വിത്ത് തന്നെയാണ് വഴിയരികിലും വീണത്. പക്ഷേ അവിടെ മണ്ണിളക്കയില്ലായിരുന്നു. The soil, even this wayside, on the roadside, this was not a tar road or concrete road or highway, even not a byway. It was just a pathway to the fields or even
the very narrow walking ways that separates fields from my field, from your field. It was so narrow. They are also made up of soil only, but very rock-like soil, because people often walk through a hard soil. മണ്ണ്, ഉറച്ച മണ്ണ്, പാറ പോലെ ഉറച്ച മണ്ണ്, ഇളക്കമില്ലാത്ത മണ്ണ്. അവിടെ വീണ വിത്തിനെ പക്ഷികളിൽ നിന്നും മറച്ചു വെക്കാൻ ഇളകിയ മണ്ണ് അവിടെ ഇല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് because there was no soil to cover the seed fallen there on the way, it was exposed to the birds. തിന്നാൻ വേണ്ടി തീറ്റ അന്വേഷിച്ച് നടക്കുന്ന പക്ഷികളുടെ കണ്ണിൽ നിന്ന് ഈ വിത്തുകളെ മറയ്ക്കാനുള്ള മണ്ണിന് ഇളക്കം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടത് ഇങ്ങനെ നഗ്നമായിട്ട് അവിടെ കിടന്നു. പക്ഷികളുടെ കണ്ണിൽപ്പെട്ടു, അത് കൊത്തി തിന്നു. നമുക്കറിയാം ഈ വിത്തിന്റെ അർത്ഥം എന്താണെന്ന്. The meaning of the seed, Word of God. word of God, ദൈവവചനം. The field, ഈ 4 ഇടങ്ങളും, വിത്ത് വീണ 4 സ്ഥലങ്ങളും, അതിന്റെ അർത്ഥം people, our life, our hearts. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം എന്നൊക്കെ അതിനെ പറയാം. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം. അപ്പോൾ നമ്മുടെ ജീവിതമെന്ന, ഹൃദയമെന്ന ഈ നിലത്ത് വീണ ദൈവവചനം എന്ന വിത്തായിരിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോയി. കാരണം ദുഷ്ടൻ വന്ന്, അവിടെ പക്ഷികൾ തിന്നു എന്നുള്ളതിന് കർത്താവ് കൊടുത്ത വ്യാഖ്യാനം, ദുഷ്ടൻ വന്ന് അത് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്നു. ദുഷ്ടൻ പിശാചാണ്. പിശാചിനെയാണ് അവിടെ ദുഷ്ടൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വചനത്തെ അവൻ എടുത്തു മാറ്റുന്നു, അടിച്ചു മാറ്റുന്നു, നഷ്ടപ്പെടുത്തുന്നു, ഓർമ്മ തരാതിരിക്കുന്നു. കാരണം എന്താ? ഇനിയാണ് പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് വരുന്നത്. കാരണം എന്താ? പ്ലീസ് വന്നാട്ടെ. തെറ്റിയാലും സാരമില്ല, നമുക്ക് ഒരുമിച്ച്. The word is not anchored in our heart, not rooted. Okay, of course. But even before that, why this seed could not sprout to? There was no opportunity even to be wet and to sprout. ഇതൊന്നും നനയാനോ, no desire for it, no. ഇതൊന്നും നനയാനോ, നനഞ്ഞു കുതിർന്ന് അകത്ത് ഇരിക്കുന്ന മുള ഒന്ന് പൊട്ടി വരാനോ പോലും കഴിഞ്ഞില്ല. പിന്നല്ലേ ആങ്കറിങ് വരുന്നത്, പിന്നല്ലേ വേര് കിളിക്കുന്നേ. സ്പ്രൗട്ട് ആകട്ടെ, പിന്നെ വേര് കിളിക്കാം. യെസ്, എന്താ ദീന സിസ്റ്റർ പറഞ്ഞേ? The hearers didn't receive it in the right way. Received, that's why it was fallen into. കേട്ട വചനം നമ്മൾ ധ്യാനിക്കുകയോ അതിന്റെ മേൽ നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ചില്ല.
ഒരു ഒരു വഴിയരികായിട്ട് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചേ അതിനെ. നോട്ട് പേ ടെൻഷൻ. ഇത്ര ഉൾക്കൊള്ളുന്നില്ല വചനം. ആ ഉൾക്കൊള്ളാതിരിക്കാനുള്ള കാരണമാണ്. ഷിബ സിസ്റ്റർ എന്തായിരുന്നു പറഞ്ഞേ? ഹൃദയ കാഠിന്യം അതൊരു കാരണമാണ്. അതുകൊണ്ട് ആ കഠിനപ്പെട്ട സംഭവം മണ്ണാണെങ്കിലും നടന്ന് കഠിനപ്പെട്ട വഴിയരികിലെ മണ്ണ്, ഹൃദയകാഠിന്യം, അകത്തോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതിന് കേൾക്കുന്നെങ്കിലും പെരിഫറലാ, അകത്തേക്ക് ഒന്ന് പെനെട്രേറ്റ് ചെയ്യുന്നില്ല, അകത്തേക്ക് ഇതൊന്ന് ഇറങ്ങുന്നില്ല. കാരണം ഹൃദയകാഠിന്യം. ഇനിയും വീണ്ടും ചോദിക്കുന്നു, ആ ഹാർഡ്നെസ് ഓഫ് അവർ ഹാർട്ട്, ആ ഹൃദയ കാഠിന്യത്തിനെന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഈ വചനം അകത്തേക്ക് കയറാതിരിക്കുന്നത്? Did മുകളിൽ not pay തന്നെ attention. എക്സ്പോസ് ആയി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? Did not pay attention. വൈ ക്യാൻറ്റ് നമ്മുടെ ലോകത്തിലെ നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല? നമ്മുടെ ലൗകിക ചിന്തകള് ഓവർപവർ ചെയ്യുന്നു മൈൻഡിനെ. നമ്മുടെ ലൗകിക ചിന്തകൾ ഓവർഫ്ലോ ചെയ്യുന്നു. അത് ആക്ച്വലി മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴാണ്. ഒരുക്കമില്ലായ്മ. ഈ പറയപ്പെട്ടതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുകയാണ് ഇവിടെ. വഴി, ഇറ്റ്സ് എ കോമൺ പാത്ത്. നോ റെസ്ട്രിക്ഷൻസ് ഫോർ എനിവൺ. It's open for all. No doors. No gate. Anybody, anytime can come and go. വഴി എന്ന് പറയുന്നത് പൊതുവാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും വരികയോ പോവുകയോ ചെയ്യാം. വഴി പൊതുവെ ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചില സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, യേ ആം രാസ്ത നഹീ ഹെ. ചില റോഡുകളിലോ ചില വഴികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് പൊതുവഴിയല്ല, ഈ വഴി ഞങ്ങളുടെ പ്രൈവറ്റ് ആണെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും യഥേഷ്ടം വരാനും പോകാനും ഒന്നും പറ്റത്തില്ലെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ടാവും, യേ ആം രാസ്ത നഹീ ഹെ, ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് വഴിയാണെന്ന്. അപ്പോൾ പ്രൈവറ്റ് വഴിയിലാണെങ്കിൽ എല്ലാവർക്കും ഒന്നും വരാനൊക്കത്തില്ല. ചിലപ്പോൾ അത് നമ്മൾ ഗേറ്റ് വെക്കും, ഒന്നുമില്ലെങ്കിൽ ഒരു ബാരിയറെങ്കിലും അവിടെ വെക്കും. ഇവിടെയൊക്കെ അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ ഉണ്ട്, ഗേറ്റിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഔട്ട്സൈഡ് വെഹിക്കിൾസ് ആർ നോട്ട് അലൗഡ്. ഈ കോംപ്ലക്സിൽ താമസിക്കുന്നവരുടെ മാത്രം വാഹനങ്ങൾക്ക് ഗേറ്റിനകത്തേക്ക് പ്രവേശനമുള്ളൂ. അല്ലാത്തവരുടെ വാഹനങ്ങളൊക്കെ പുറത്തെവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വേണം. ചില ഹൗസിംഗ് സൊസൈറ്റിയിലൊക്കെ ഉണ്ട് വിസിറ്റേഴ്സ് പാർക്കിംഗ്. ഓണേഴ്സ് പാർക്കിങ്ങിൻ്റെ സ്ഥലത്തേക്ക് വിസിറ്റേഴ്സിന് പ്രവേശനമില്ല. ഞങ്ങൾ വീട് വാടകയ്ക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പം
വാടക കൂടുതൽ മേടിക്കാൻ വേണ്ടി അവർ എഴുതുന്ന ഒരു പ്രത്യേകതയാണ് വിസിറ്റേഴ്സ് പാർക്കിംഗ്. വിസിറ്റേഴ്സ് പാർക്കിംഗ്. അപ്പം അവിടെ ഈ പ്രൈവറ്റ് വഴികൾ, വ്യക്തിപരമായ വഴികൾ മറ്റുള്ളവർക്ക് പ്രവേശനം ഇല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ അതുകൊണ്ട് എല്ലാവർക്കും കയറാൻ പറ്റില്ല. എന്നാൽ പൊതുവഴികളോ കള്ളനും പോലീസിനും ഒരുപോലെ യാത്ര ചെയ്യാം. പട്ടാളത്തിനും തീവ്രവാദിക്കും ഒരുപോലെ യാത്ര ചെയ്യാം. ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറാവുന്ന അക്സസിബിലിറ്റി ഉള്ള, പ്രവേശിക്കാൻ കഴിയാവുന്ന ഇടങ്ങളാണ് വഴികൾ എന്ന് പറയുന്നത്. അപ്പോൾ വഴിയരികെ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം, ബാക്കി പറയാമോ? ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്ന തരത്തിൽ ഒരു കെട്ടുറപ്പുമില്ലാതെ, അല്ലെങ്കിൽ കെട്ടിയടയ്ക്കാതെ, വാതിലുകളില്ലാതെ, മതിലുകളില്ലാതെ തുറന്നു കിടക്കുന്ന അവസ്ഥയാണ്. ചില ഗ്രാമങ്ങളിലേക്കോ പട്ടണങ്ങളിലേക്കോ ചെല്ലുമ്പോൾ അതിൻ്റെ വാതിൽക്കൽ, പ്രവേശന കവാടത്തിങ്കൽ എഴുതി വെച്ചിട്ടുണ്ട്, സബ്കാ സ്വാഗത് ഹൈ, എല്ലാവർക്കും സ്വാഗതം. ഒരു പെൺകുട്ടിയുടെ മനോഹരമായ, ചിലപ്പോൾ വളകളും ഒക്കെ ഇട്ട ഒരു കൈ ഇങ്ങനെ കൂപ്പി അതിൽ ആർച്ച് പോലെയൊക്കെ എഴുതി വെച്ചിരിക്കും, വെൽക്കംസ് ഓൾ ഓഫ് യു, ഹാർട്ടി വെൽക്കം, എല്ലാവർക്കും സ്വാഗതം. സത്യത്തിൽ നമ്മുടെ ഹൃദയം എന്ന ഈ ഭൂമി, നമ്മുടെ ജീവിതം എന്ന ഈ ഭൂമി എല്ലാവർക്കും വേണ്ടി തുറന്നിടാവുന്ന ഒരു വഴിയരികു പോലെയാണോ, അല്ലെങ്കിൽ വഴി പോലെയാകണോ? പാടില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട്, ഓരോരുത്തരുടെ നിജസമ്പത്തായി, വ്യക്തിസമ്പത്തായി ഇതിനെ മാറ്റണം, സൂക്ഷിക്കണം. അവിടെയാണ് ബോർഡ് വെക്കേണ്ടത്, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അവിടെ വെക്കണം. ചിലയിടത്ത് ഈ ബോർഡേ ഉള്ളൂ, ആര് ട്രസ്പാസ് ചെയ്താലും ഒരു പ്രോസിക്യൂഷൻ ഇല്ല. ഞാൻ ആ ഒരു ബോർഡ് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഞങ്ങളുടെ അവിടുത്തെ ഒരു കുളം ഉണ്ടായിരുന്നു, ഒരു കുളം. അവിടെ ആരാണ്ട് എഴുതി വെച്ചതാ. ആരെഴുതി വെച്ചെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ആരോ പഞ്ചായത്തോ ആരാണ്ട് ആ കുളമൊക്കെ ഒന്ന് വൃത്തിയാക്കിയെന്ന് തോന്നുന്നു, എന്നിട്ട് എഴുതി വെച്ചതാ. അന്ന് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല. പക്ഷെ ഞങ്ങളൊക്കെ പിള്ളേർ അതിനകത്ത് കിടന്ന് ചാടും, അതിനകത്ത് മീനിനെ പിടിക്കും, തവളയെ പിടിക്കും, പുളകനെ കൊല്ലും, അവിടെ ഇവിടെയും കിടക്കുന്ന കല്ലും വെള്ളക്കായൊക്കെ എടുത്തെറിയും. ആരും ഞങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടില്ല. അവിടെ ബോർഡ് ഇരിപ്പുണ്ടെന്നേ ഉള്ളൂ, ബോർഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെയൊക്കെ മിക്കവാറും സിഗ്നലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞ് ക്യാമറകൾ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ക്യാമറകളൊക്കെ പലതും പരിചയമില്ലാത്തവരെ പേടിപ്പിക്കാൻ വേണ്ടി ട്രാഫിക് പോലീസ് വെച്ചേക്കുന്നേ ഉള്ളൂ. അതൊന്നും ഓടുന്ന ക്യാമറകളല്ല. ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ബോർഡ് കാണുമായിരിക്കും, എന്നാലല്ല. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ. നമ്മുടെ ഉള്ളിൽ
ദൈവം വിതറിയ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ അത് കിളിർത്ത് ഫലം കായ്ക്കാതിരിക്കുവാനുള്ള ഒന്നാമത്തെ കാരണമാണ് വഴിയരികിൽ വീണ വിത്തുപോലെ ഇത് നഷ്ടപ്പെടുന്നു. കാരണം നമ്മുടെ ജീവിതം വഴി പോലെ, പൊതുവഴി പോലെ തുറന്നു കിടക്കുന്നു. ആർക്കും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം. ഓർക്കുന്നുണ്ടാകും ഒരു പക്ഷേ നമ്മൾ പഠിച്ചത് നമ്മുടെ ശരീരത്തിന് പഞ്ച ഇന്ദ്രിയങ്ങൾ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിന് 5 6 പ്രധാനപ്പെട്ട വാതിലുകൾ ഉള്ളതായിട്ട് ഓർക്കുന്നുണ്ടോ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം ഈ പഞ്ചഭൗതിക ലോകത്തെ രുചിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധാരണ നമ്മൾ 6 ചിന്തിക്കുന്നത്, 5 എന്ന് തന്നെ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വെച്ചോളൂ. 5 വാതിലുകളുണ്ട്. ഈ വാതിലുകളെല്ലാം നമ്മൾ തുറന്നിട്ടിരിക്കുക. ആ വാതിലുകൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടാകും ഒരുപക്ഷെ ആ വാതിലുകൾ ഏതൊക്കെയാണെന്ന്. Imagination, Yes, absolutely. emotion, feeling. Then I Yes. forgot. Of course, very good, Rena Mama. The door of thoughts, or the doors of thought, emotions, imaginations, will and memory. ഫീലിംഗ് എന്നും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് 5 പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇതിലും നമ്മൾ പറയുന്നു 5 വാതിലുകൾ. നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന 5 വാതിലുകൾ. 1 തോട്ട്സ്, ചിന്തകൾ അഥവാ വിചാരങ്ങൾ. 2 ഇമോഷൻസ് അഥവാ വികാരങ്ങൾ. 3 ഇമാജിനേഷൻസ് അഥവാ സങ്കല്പങ്ങൾ, ഭാവനകൾ. 4 വിൽ, ഇച്ഛ. ആൻഡ് 5th one മെമ്മറി, ഓർമ്മ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ശരീരത്തിനകത്തേക്ക്, അല്ലെങ്കിൽ ഒരുവന്റെ ശരീരത്തെ അവന്റെ ആവാസ വിഹാര കേന്ദ്രമാക്കാൻ പിശാചിന് കഴിയില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ശരീരത്തിൽ പിശാച് കടന്നുകൂടുന്നില്ല, ദുരാത്മാക്കൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടവരുടെ ദേഹത്തും കയറി കൂടും അവർ പാപത്തിലൊക്കെ അകപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മുതലേ അവനിൽ കുടികൊള്ളുന്ന ദുരാത്മശക്തിയെ ഒന്ന് ഇറക്കി വിടാതെ അതിനെയും കൊണ്ട് സ്നാനപ്പെടുന്നവരുടെയൊക്കെ അകത്തതിരിക്കും. അതല്ലാതെ ഒരു സാധാരണ ആയിട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ശരീരത്തിലേക്ക് ദുരാത്മാക്കൾ ഗ്രസിക്കുന്നില്ല. ഭൂതഗ്രസ്തരാകാൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സാധ്യമല്ല. സാത്താനോ സാത്താൻ്റെ ദൂതന്മാർക്കോ വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരത്തെ അവകാശമാക്കാൻ കഴിയില്ല. എന്നാൽ ഈ പിശാച് അല്ലെങ്കിൽ ദുരാത്മാക്കളൊക്കെ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എങ്ങനെയാ? ഈ പറയപ്പെട്ട 5 വാതിലുകളിലൂടെ. ശരീരത്തെ അത് ഗ്രസിക്കുന്നില്ല, പക്ഷേ നമ്മുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും സങ്കല്പങ്ങളെയും ഇച്ഛകളെയും ഓർമ്മകളെയും പലപ്പോഴും ഇവൻ അവൻ്റെ നിയന്ത്രണത്തിലെടുക്കാറുണ്ട്.
അതിന് നാം പലപ്പോഴും നമ്മെ വിട്ടുകൊടുക്കാറുമുണ്ട്. ഈ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ബോധ്യമുണ്ട്. അന്നൊന്നും ഇല്ലാതിരുന്നവർ ഇപ്പോൾ പലരും നമ്മോടൊപ്പം ഉണ്ട്. അന്നുണ്ടായിരുന്നവർക്കും ഒരു ഓർമ്മ പുതുക്കലും കൂടെ ആകട്ടെ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച്. ആർക്കെങ്കിലും ബോറടിക്കുന്നെങ്കിൽ ക്ഷമാപണം. സ്തോത്രം. അപ്പം ഈ 5 വഴികളിലൂടെ പിശാചിന് നമ്മിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാറുണ്ട്. അത് നാം 40 ദിവസം ഉപവസിക്കുന്നതിനിടയിലുമാകാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലുമാകാം, പാട്ട് പാടുന്നതിനിടയിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും പ്രസംഗകന്റെ അകത്തേക്കും ഇത് കയറി വരാം. ചിന്തകളെ, മനസ്സുകളെ പിശാച് ഹൈജാക്ക് ചെയ്തേക്കാം. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ളപ്പോൾ കണ്ടതാണ് യഥാർത്ഥ ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത്. ട്രൂ സ്പിരിച്വൽ വാർഫെയർ ഈസ് a warfare that is done within the life of a Christian in his all these 5 or 6 areas. ആത്മീയ പോരാട്ടമെന്ന് സത്യത്തിൽ പറയപ്പെടുന്നത് അല്ലെങ്കിൽ വിളിക്കപ്പെടേണ്ടത് നമ്മുടെ അകത്ത് തന്നെ നടക്കുന്ന ഈ 5 6 മേഖലകളിലെ പൈശാചികമായ വാഴ്ചയ്ക്കോ ആക്രമണത്തിനോ എതിരായിട്ടാണ്. നാം 2 കൊരിന്ത്യർ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ നിന്ന് ആ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അവിടെ അതിൻ്റെ 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുള്ളതാണ്. ഒന്നും കൂടെ വായിച്ചാട്ടെ. 2 Corinthians chapter 10 verses 3 to 5. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുകൂടെയുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നമുക്കതിനെ അങ്ങ് പിടിച്ചടക്കുന്നു എന്ന് അങ്ങ് നിർത്താം. പൗലോസ് അത് പറഞ്ഞങ്ങ് പോവുക താഴോട്ട്. അപ്പം അവിടെ കണ്ടോ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സംഗതി. ഞങ്ങൾ ജഡത്തിൽ, ശരീരത്തിൽ സഞ്ചരിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ചുരുക്കത്തിൽ ഞങ്ങൾ ശരീരത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ ശത്രുവും ജഡീകം ശരീരത്തിൽ വസിക്കുന്നയാളല്ല. അതുകൊണ്ട് ഞങ്ങളുടെ യുദ്ധവും ജഡീകമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ യുദ്ധത്തിൻ്റെ ആയുധങ്ങളും ജഡീകങ്ങളല്ല. പിന്നെ കോട്ടകളെ ഇടിക്കുവാൻ ശക്തിമത്തായ ആയുധങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. എന്ന് വെച്ചാൽ ആത്മീയ ആയുധങ്ങൾ. കാരണം യുദ്ധം ആത്മീയമാണ്. എന്തുകൊണ്ടെന്നാൽ ശത്രുവും ജഡരൂപിയല്ല, ജഡവാസിയല്ല. ശത്രുവും ആത്മീയനാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആത്മീയ എടുക്കരുത്, ആത്മരൂപി എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാനതൊന്ന് വിശദീകരിച്ച് പറഞ്ഞത്, ജഡവാസിയല്ലെന്ന്.
ആത്മരൂപിയായ ശത്രു, ആത്മീയമായ ആയുധങ്ങൾ, ആത്മീയമായ യുദ്ധം. എന്തിനോടൊക്കെ യുദ്ധം ചെയ്യേണ്ടത്? കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ. എവിടെയാ ഈ കോട്ട? നമ്മളിപ്പോ ഈ പറഞ്ഞ റോങ് തിങ്കിങ്, ബിഹേവിയർ, അവിടെ 3 കാര്യങ്ങളെ പേരെടുത്ത് പറയുന്നുണ്ട്. അവയാൽ ഞങ്ങൾ, ഒന്ന് സങ്കൽപ്പങ്ങൾ, പിന്നെ 2 ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും. പിന്നെ പറയുന്നു ഏതു വിചാരത്തെയും പിടിച്ചടക്കി. വിചാരം കണ്ടോ? നമ്മൾ പറഞ്ഞവയിൽ 3 അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട മേഖലകളെ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ മനസ്സ് നമ്മൾ ഇവകൾക്കെല്ലാം വേണ്ടി ഇങ്ങനെ അങ്ങ് തുറന്നിട്ട് കൊടുത്തിരിക്കുക. നമ്മുടെ മനസ്സിലൂടെ, നമ്മുടെ ഓർമ്മകളിലൂടെ, ഇമോഷൻസ്, വികാരങ്ങളിലൂടെ, നമ്മുടെ ഇമാജിനേഷൻ, സങ്കല്പങ്ങളിലൂടെ എന്തൊക്കെ യാത്ര ചെയ്യുന്നു, കയറി ഇറങ്ങുന്നു എന്ന് നമ്മൾ സത്യത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ? സ്തോത്രം. ഗൗരവമായി നാം ഈ വാതിലുകളെ സൂക്ഷിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നാം കേൾക്കുന്ന വചനം ഒന്ന് നനഞ്ഞ് കുതിർന്ന് വീർത്ത് അകത്ത് ഉണങ്ങിയിരിക്കുന്ന നാമ്പ് പുറത്തു വരാൻ അനുവദിക്കാതെ തന്നെ സാത്താൻ നമ്മിൽ നിന്ന് എടുത്തു കളയും. സ്തോത്രം. എടുത്തു കളയും. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവത്തിൻ്റെ വചനം നമ്മിൽ ആങ്കർ ചെയ്യാൻ, മൂരഷിപ്പ്, നങ്കൂരമിടാൻ കഴിയാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് യേശു കർത്താവ് പറഞ്ഞ ഉപമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അത് മാർത്ത ആൻറ്റി, നമ്മുടെ ആൻറ്റി മാർത്ത ആൻറ്റിയോട് നമ്മുടെ കർത്താവ് സംസാരിച്ച സമയത്തും പറഞ്ഞു, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. ഇന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ അങ്ങ് ഇടപെടും. നമ്മൾ മിക്കപ്പോഴും പറയുന്നൊരു പ്രയോഗമാണ് മൾട്ടി ടാസ്കിങ്, അല്ലേ? ഒത്തിരി കാര്യങ്ങളിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് പുറത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഏറ്റെടുക്കും. ഇതെല്ലാം കൂടെ വന്ന് അടിഞ്ഞുകൂടി നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുമുള്ള ട്രാഫിക് ജാം പോലെ കുരുങ്ങിക്കിടക്കും. അവനവൻ്റെ ലൈനിൽ അങ്ങ് പോയാൽ കുഴപ്പമില്ല. ഞങ്ങളിവിടെയൊക്കെ ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഈ 3 ലൈൻ 3 ലൈനുകളുണ്ട് റോഡിൽ ഒരു സൈഡിൽ. പക്ഷേ അവിടെ 5 ലൈനെങ്കിലും വണ്ടികൾ വന്ന് കിടക്കും. 5 ലൈനെങ്കിലും, ഓട്ടോറിക്ഷയും ബൈക്കുകളും ഉൾപ്പെടെ 5 ലൈൻ. ഈ 3 ലൈനിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നിടത്ത് 5 ലൈനിൽ വണ്ടി നിന്നാൽ
അനങ്ങത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ആ കുരുക്കൊന്ന് അഴിക്കാൻ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും. നമ്മുടെ അകത്ത്, നമ്മുടെ ചിന്തകളിലൊക്കെ ഇതുപോലെ ഒത്തിരി കാര്യങ്ങളില്ലേ? ചിലത് ഉത്തരവാദിത്വങ്ങളാകാം, റെസ്പോൺസിബിലിറ്റീസ്. Please don't take upon you even the excess responsibilities which would harm you in this Christian race. ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ക്രിസ്തീയ ജീവിതമെന്ന ഓട്ടത്തിൽ നമ്മളെ തടസ്സപ്പെടുത്താൻ ഭാരമായി തീരുന്ന തരത്തിലെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പോലും നാം ഒഴിഞ്ഞിരിക്കണം. പക്ഷേ നമ്മൾ ഒഴിയാറില്ല പലപ്പോഴും. അത് നമുക്ക് ദൈവവചനം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുന്നതിന് തടസ്സമാകുന്നു. അതുകൊണ്ട് ആ വചനം നമ്മിലേക്ക് വേണ്ടതുപോലെ വേര് പിടിക്കാൻ സമ്മതിക്കുന്നില്ല. വിത്തായിട്ട് തന്നെ അത് നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെയാണ് പാറസ്ഥലത്ത് വീണതും മുള്ളിനിടയിൽ വീണ് മുള്ളുകൾ ഞെരിച്ചു കളഞ്ഞതും. നമ്മൾ മത്തായി 6-ാം അധ്യായം പഠിച്ച സമയത്ത് ഈ ലോകത്തിലെ ധനത്തിൻ്റെ വഞ്ചന എന്നൊരു വിഷയം ചില ദിവസങ്ങൾ എടുത്ത് പഠിച്ചതാണ്. അന്നുണ്ടായിരുന്നവർക്ക് ഓർമ്മ കാണും. ഗിരിപ്രഭാഷണത്തിൽ വെച്ച് നമ്മളത് പഠിച്ചു. ഒത്തിരി പലവിധമായ ചിന്തകളെല്ലാം കൂടെ വന്ന് ഇതിനെ അങ്ങ് ഞെരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ രോഗ വിഷയങ്ങളാകാം, സാമ്പത്തിക വിഷയങ്ങളാകാം, ജോലിയിലെ വിഷയങ്ങളാകാം, സഭയിലെ വിഷയങ്ങളാകാം, ആരെങ്കിലും നമ്മളെ വല്ലതും പറഞ്ഞതാകാം, അല്ലെങ്കിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളായ പ്രശ്നങ്ങളാകാം. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇങ്ങനെ ഞെരുക്കി കർത്താവിൽ നിന്ന് മാറ്റി നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് വചനം വേര് പിടിക്കാൻ സമ്മതിക്കാതിരിക്കുന്നു. അതുകൊണ്ട് വചനത്തിൽ നമുക്ക് ഉറയ്ക്കുവാൻ സാധിക്കാതിരിക്കുന്നു. സ്തോത്രം. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ശരിയാണോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്? സ്തോത്രം. നമ്മുടെ നിർത്തേണ്ട സമയം, എനിക്ക് മറ്റേ യോഗത്തിന് കയറേണ്ട സമയമായെങ്കിലും ഒരു ചോദ്യം 13-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നിന്ന് വന്നിരിക്കുന്നു. Psalms 13:2. എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. ഇവിടെ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. wrestling with my thoughts. അപ്പം നമ്മുടെ ചിന്തകളിലെ, ഇവിടെ പറയുന്നത് സങ്കീർത്തനക്കാരന് ശത്രുക്കളാൽ നേരിട്ട ജീവിത പ്രയാസങ്ങളുടെ മുൻപിൽ ഉണ്ടായ ചിന്തകളെക്കുറിച്ചാണ്. അങ്ങനെയുള്ള ഏത് ചിന്തകളുമാകാം, നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന തരം ചിന്തകൾ, ദൈവവചനം നമ്മിൽ നിന്നും എടുത്തു കളയുന്ന തരം ചിന്തകൾ ഉണ്ടെങ്കിൽ we need to wrestle with them. We should not allow them to overseed upon us, that we may be drifted away.
അതിന് അനുവദിക്കാതെ നമ്മുടെ ഈ 5 വാതിലുകളെ നമുക്കൊന്ന് പൂട്ടിയിടാം. അവിടെ എഴുതി വെക്കാം, ആം രാസ്ത നഹീ ഹൈ, ഇത് പൊതുവഴിയല്ല, എല്ലാവർക്കും ഇതിൽ കൂടെ പ്രവേശനമില്ല. സാത്താനും അവൻ്റെ ദൂതന്മാരും നമ്മുടെ ചിന്തകളിലേക്കും ഈ പറയപ്പെട്ട 5-6 ഇടങ്ങളിലേക്കും അവൻ തിക്കിക്കയറാൻ വരുമ്പോൾ അവനെ അവിടെ തന്നെ തടഞ്ഞ് നിർത്തി അവിടെ നിന്നും ഓടിച്ചുവിടാൻ, ദൈവികമല്ലാത്ത ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും ഒന്നും നമ്മിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കാതെ നാം നമ്മുടെ ജീവിതത്തെ സൂക്ഷിപ്പാൻ തയ്യാറായാൽ നാം കേട്ട വചനം നമുക്ക് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ഇടയാകും. അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെതായ ചിന്തകളിൽ പെട്ട് കുടുങ്ങി ഉഴഞ്ഞ് വലഞ്ഞ് മാർത്തയെപ്പോലെയും മറ്റും നഷ്ടപ്പെട്ടവരാകും. ലോത്തിനെ പോലെ വലഞ്ഞുപോയ നീതിമാന്മാരെന്ന് വിളിക്കപ്പെടും. അത് സംഭവിക്കാതിരിപ്പാൻ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയോടെ നമുക്ക് ജീവിക്കാം. നമ്മെ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയുക, നമ്മുടെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ നമ്മെ കൈവിടില്ല, അവൻ നമ്മെ കരം പിടിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ബാഖ താഴ്വരകളിലൂടെ നാം പോയാലും കർത്താവ് നമുക്ക് വേണ്ടി അതിനെ ജലാശയങ്ങളാക്കി മാറ്റും. മരണത്തിൻ്റെ കൂരിരുൾ താഴ്വരയിൽ കൂടെ നാം പോയാലും അവിടെയും കർത്താവ് നമുക്ക് ജീവന്റെ വെളിച്ചമായി കൂടെയിരിക്കും. ഏകാന്തതകളുടെ മരുഭൂമിയോ പത്മോസോ നമുക്ക് ലോകം അനുവദിച്ചാലും അവിടെയും നമ്മെ ഏകരായി വിടാതെ പത്മോസിലും ഇറങ്ങി വരുന്ന തേജസ്കരിക്കപ്പെട്ടവന്റെ സാന്നിധ്യമുണ്ട്. ജയിലിന്റെ ഉള്ളറകളിൽ നമ്മെ അടച്ചിട്ടാലും നമ്മുടെ അടുക്കൽ ദൈവം അയക്കുന്ന ദൂതന്മാരെ തടയാനോ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തടയാനോ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു മതിലിനും ഒരു ഇരുമ്പോടാമ്പലുകൾക്കും ഒരു കാവൽക്കാർക്കും കഴിയുകയില്ല എന്ന വസ്തുത നാം ഓർത്തുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന യാതൊരു യാഥാർത്ഥ്യങ്ങളിൽ പോലും മനസ്സ് ഉരുകാതെ ഉലയാതെ നാം കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതുവാൻ ഇടയാകും. അങ്ങനെയായാൽ നാം പാപത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകില്ല, ഉറച്ചു നിൽക്കും. കർത്താവിനോടുകൂടെയുള്ള നിത്യത നമുക്ക് സാധ്യമാകും. അതിന് ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ നിർത്തുന്നു.